ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ ലീനിയർ ഓൾജിബ്രയാണ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ ഡിഗ്രി 1 ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ് ആക്ച്വലി ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ലീനിയർ എന്ന് എവിടെ കണ്ടോ അപ്പോൾ മനസ്സിലാക്കിക്കോണം, ഡിഗ്രി മസ്റ്റ് ബി 1. So, for example, x plus y is equal to 2. It's a linear equation, and then x minus y is equal to 0. Okay, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ആണ് ലീനിയർ ഇക്വേഷൻസ്. ഈ ലീനിയർ ഇക്വേഷൻസ് അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ആക്ച്വലി മെട്രിസസ്. അതായത് നമുക്ക് ലീനിയർ ഇക്വേഷൻസ് തരുവാണെങ്കിൽ അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ലീനിയർ ഇക്വേഷൻസിന്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ബേസിക്കലി ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇക്വേഷൻസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഗിവൺ മെട്രിക്സ്. എത്ര ഇക്വേഷൻസ് തന്നിരിക്കുന്ന മെട്രിക്സിൽ നിന്ന് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ it is referred as the number of non-zero rows or columns in the matrix. എത്ര നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ട് ഒരു മെട്രിക്സിൽ, അതൊക്കെയാണ് റാങ്ക് കാണിക്കുന്നത്. റാങ്ക് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റോ ഓഫ് എ എന്നും പറഞ്ഞാണ്. എ എന്ന് പറയുന്നത് എൻ്റെ മെട്രിക്സ് ആണെങ്കിൽ റോ ഓഫ് എ എന്നും പറഞ്ഞ. റാങ്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ട ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ വേണമെങ്കിൽ നമുക്ക് മൈനർ മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂസിങ് റോ എക്ലോൺ, ഇത് റോ എക്ലോൺ ഫോം യൂസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ നോർമൽ ഫോംസ് യൂസ് ചെയ്തിട്ട്. സോ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റോ എക്ലോൺ ഫോം ആണ്. ഈ റോ എക്ലോൺ ഫോം കിട്ടിക്കഴിഞ്ഞാൽ അത് റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആക്കി മാറ്റാനായിട്ട് നമുക്ക് വേറൊരു മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്ക് ഉണ്ട്, ഗോഷ്യൻ എലിമിനേഷൻ മെത്തേഡ്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള ഓരോ കോൺസെപ്റ്റ്സും ലൈക്ക് റാങ്ക് ഓഫ് മെട്രിക്സ്, റോ എക്ലോൺ ഫോം, ഗോഷ്യൻ എലിമിനേഷൻ, ഇതൊക്കെ 1 by 1 ആയിട്ട് നോക്കാം. അപ്പം നമ്മൾ റോ എക്ലോൺ ഫോമിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു മെട്രിക്സ് റോ എക്ലോൺ ഫോമിലാണ് എന്ന് പറയണമെങ്കിൽ അത് 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ മെട്രിക്സിലെ ഏതെങ്കിലും റോ എൻറ്റയർലി സീറോസ് ആണെങ്കിൽ അത് മെട്രിക്സിൻ്റെ താഴെയുള്ള റോസ് ആയിരിക്കണം. അതായത് എൻറ്റയർലി സീറോ വരുന്ന റോസ് അത് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം താഴെയുള്ള റോസ് ആയിരിക്കണം. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള എൻറ്റയർലി സീറോ ആയിട്ടുള്ള റോസ് കാണുന്നില്ല. ഇതാണ് നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിൾ കേട്ടോ. റോ എക്ലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണിത്. സോ നൗ സെക്കൻഡ് പ്രോപ്പർട്ടി, എൻറ്റയർ റോസ് സീറോസ് അല്ലാത്ത റോസ് ഉണ്ടല്ലോ, അതായത് ഫോർ ഈച്ച് റോ ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എൻറ്റയർലി സീറോസ്, അതിനകത്തെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് എൻറ്റയർലി സീറോസ് വരുന്ന ഒറ്റ റോസും നമുക്ക് ഈ മെട്രിക്സിൽ വരുന്നില്ല. ഇതിനകത്തുള്ള എല്ലാ ഫസ്റ്റ് നോൺ സീറോ എൻട്രീസും 1 ആണ് വരുന്നത്. ഇതിനെ നമ്മൾ ലീഡിങ് 1 എന്നാണ് പറയുന്നത്. ഇനി നൗ കമ്മിങ് ടു ദ തേർഡ് പ്രോപ്പർട്ടി, 2 സക്സസീവ് ആയിട്ടുള്ള നോൺ സീറോ റോസ്, സക്സസീവ് ആയിട്ടുള്ള നോൺ സീറോ റോസ്, ഞാനിപ്പോൾ താഴെ കിടക്കുന്ന നോൺ സീറോ റോസ് ആണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഏത്? ഈ സെക്കൻഡ് റോയും പിന്നെ ഈ തേർഡ് റോയും. അതിനകത്ത് വരുന്ന ലീഡിങ് 1 ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞ ലീഡിങ് 1, അതെന്ന് പറയുന്നത് ഹയർ റോയുടേത് ലോവർ ഇതിനേക്കാളും ലെഫ്റ്റിലായിരിക്കും വരിക. ലോവർ റോ എന്ന് പറയുമ്പോൾ തേർഡ് റോ ആണ്. ഓക്കെ, അതിൻ്റെ കുറച്ച് ലെഫ്റ്റിലായിരിക്കും, അതിൻ്റെ നെക്സ്റ്റ് ലെഫ്റ്റിലായിരിക്കും ഹയർ റോയിലെ
1 വരുന്നത്. അങ്ങനെയല്ലേ വരുന്നത്? ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും കൺസിഡർ ചെയ്താലും അങ്ങനെ തന്നെ. അതായത് R1ലും R2ലും നമുക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിലെ ലീഡിങ് 1 ഇവിടെ ആണെങ്കിൽ ഫർദർ ലെഫ്റ്റിലേക്കാണ് എന്ത് വരുന്നത്? ഇതിലെ 1 വരുന്നത്. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ ഒരു സക്സസീവ് റോസ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ലീഡിങ് 1 ചെക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹയർ റോ, ദാറ്റ് ലീഡിങ് 1 ഇൻ ദ ഹയർ റോ ഈസ് ഫർദർ ലെഫ്റ്റ് ദാൻ ദി ലീഡിങ് 1 ഇൻ ദ ലോവർ റോ. ഓക്കെ, ഇതാണ് റോ എക്കലോൺ ഫോമിനുള്ള ഒരു എക്സാമ്പിൾ. ഈ ഒരു മെട്രിക്സ് റോ എക്കലോൺ ഫോമിലാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സിനെ ഫർദർ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനെ നമ്മൾ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, ഫോർ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം, leading one of every row contains 0 below and above it's in that column. അപ്പോൾ ലാസ്റ്റ് ഇവിടെ നമുക്ക് എൻറ്റേർലി 0 ആയിട്ടുള്ള ഒരു റോ വരുന്നുണ്ട്, നമ്മുടെ തേർഡ് റോ. സെക്കൻഡ് റോ നോൺ സീറോ ആണോ? അല്ല. ഫസ്റ്റ് റോ നോൺ സീറോ റോ ആണോ? അല്ല. സോ നോൺ സീറോ റോ അല്ലാത്ത റോസിൽ വരുന്ന ലീഡിങ് 1, അതായത് ഇവിടെ ഒരു ലീഡിങ് 1 ഉണ്ട്, സെക്കൻഡ് റോയിൽ ഒരു ലീഡിങ് 1 ഉണ്ട്, ഫസ്റ്റ് റോയിൽ ഒരു ലീഡിങ് 1 ഉണ്ട്. ഈ ലീഡിങ് 1 ഓഫ് എവറി റോ കണ്ടെയ്ൻസ് 0 ബിലോ ആൻഡ് എബവ് ഇറ്റ്സ് ഇൻ ദാറ്റ് കോളം. അതാണ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. ഏത് മെട്രിക്സിനെ വേണമെങ്കിലും നമുക്ക് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗോഷ്യൻ എലിമിനേഷൻ മെത്തേഡ്. അങ്ങനെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ സോൾവിങ് സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇനി ഗോഷ്യൻ എലിമിനേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇറ്റ്സ് എ വേ ഓഫ് കൺവേർട്ടിംഗ് എ മെട്രിക്സ് ഇൻ ടു reduced row echelon form. Otherwise, we can say that it is a systematic procedure used to solve systems of linear equation. അതിൽ 3 സ്റ്റെപ്സ് ആണ് നമുക്ക് വരുന്നത്. 3 സ്റ്റെപ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോം ദി ഓഗ്മെന്റഡ് മെട്രിക്സ്. അതായത് ലീനിയർ ഇക്വേഷൻസ് ഒരു മെട്രിക്സ് ഫോം, അതായത് AX = B എന്ന രീതിയിൽ എഴുതാം. എന്നിട്ട് കോഎഫിഷ്യന്റ് മെട്രിക്സ് എയും, ഇതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ് കേട്ടോ, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് മെട്രിക്സ് ബിയും കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ്, വിച്ച് ഈസ് represented as this. ഇത് ടിൽഡ് ഓപ്പറേറ്റർ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് മെട്രിക്സും കമ്പൈൻ ചെയ്ത് എഴുതാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർവേഡ് എലിമിനേഷൻ. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഈ കിട്ടിയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് ഉണ്ടല്ലോ, അതിനെ ഒരു റോ എക്കലോൺ ഫോമിലേക്ക്, കറസ്പോണ്ടിങ് റോ എക്കലോൺ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അതായത് ഈ റോ എക്കലോൺ ഫോമിനെ നമുക്ക് അപ്പർ ട്രയാങ്കുലർ ഫോം എന്നും പറയാം. നമ്മൾ എക്സാമ്പിൾ ചെയ്ത് തുടങ്ങുമ്പോൾ അതിന്റെ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് മാറ്റാം എന്നാണ് പറഞ്ഞത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ.
അതായത് ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് ഉണ്ടല്ലോ നമ്മുടെ പക്കല്, അതിനെയാണ് നമ്മൾ റോ എക്ലോൺ ഫോമിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് ബോട്ടം റോന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ വേരിയബിൾസ് സോൾവ് ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം the bottom row and moving upwards. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, എങ്ങനെ നമുക്ക് ഈ റോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. അതിൽ ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഓഗ്മെന്റഡ് മെട്രിക്സ് റോ എക്ലോൺ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫർദർ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഇന്റർചേഞ്ച് ഇനി റോസ് വേണമെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യാം, 2 റോസ് തമ്മിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് യൂസ് ചെയ്തിട്ട് ഒരു റോനെ മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റാങ്ക് ഓഫ് എ മെട്രിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. It is the number of non-zero rows in the row echelon form. ഇതിനെ നമുക്ക് വേറൊരു തരത്തിലും ഡിഫൈൻ ചെയ്യാം. It is equal to the order of highest non-zero square submatrix. It is represented as row of, suppose എൻ്റെ മെട്രിക്സിന്റെ പേര് എ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ എ, റോ ഓഫ് എ, ഇങ്ങനെയാണ് ഞാൻ മെട്രിക്സ്, റാങ്ക് ഓഫ് എ മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. ഞാൻ പറയാണ് റാങ്ക് ഓഫ് മൈ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു ആർ എന്നെനിക്ക് പറയണമെങ്കിൽ എൻ്റെ മെട്രിക്സിൽ, ഞാൻ ഇപ്പോൾ റാങ്ക് കണ്ടുപിടിച്ചിട്ടുള്ള മെട്രിക്സിൽ there exists at least one non-zero square submatrix of order R whose determinant is not equal to 0. അതായത് സപ്പോസ് എനിക്കൊരു n/n ഓർഡറിലുള്ള മെട്രിക്സ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ n/n എലമെന്റ്സ് ഉണ്ടെങ്കിലും പക്ഷെ n/nന്റെ ഡിറ്റർമിനന്റ് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഈക്വൽ ടു 0 ആയിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള ഈ n/n മെട്രിക്സിനകത്ത് പോസിബിൾ ആയിട്ടുള്ള n-1 ഓർഡറിൽ വരുന്ന എത്ര നോൺ സീറോ സ്ക്വയർ മെട്രിക്സുകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യും. എന്നിട്ട് അതിന്റെ ഡിറ്റർമിനൻസ് ഞാൻ കണ്ടുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു നോൺ സീറോ സ്ക്വയർ സബ് മെട്രിക്സ്, അതിന്റെ ഓർഡർ 6 ആയിട്ടുള്ളത്, അതിന്റെ ഡിറ്റർമിനന്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം, റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു ആർ. അത് മാത്രം പോരാ, ഇഫ് ദ മെട്രിക്സ് കണ്ടെയ്ൻസ് any submatrices of order r plus 1 and above, greater than or equal to r plus 1 and above, അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം ഡിറ്റർമിനൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈക്വൽ ടു 0 ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സേ I have a matrix A and I'm writing it as A11, A12, A13, A21, A22, A23, then A31, A32, A33, and I am trying to find its determinant. Say it's of order 3 by 3, so I'm trying to find determinant of A and I'm getting a non-zero value. Then I can say that immediately I can say that the rank of matrix A is equal to 3. In the order എത്രയാണോ അത് ഹയസ്റ്റ് നോൺ സീറോ സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ ആയിരിക്കും എന്ത്, റാങ്ക് ഓഫ് എ മെട്രിക്സ്. പക്ഷെ എന്ത് വേണം, അതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഈ സംഭവം ഒക്കെ ആപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴാണ്,
നമ്മുടെ റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഡിറ്റർമിനന്റ് കണ്ടു നോക്കാനായിട്ട് കേട്ടോ. സപ്പോസ് ഡിറ്റർമിനന്റ് എ ഞാൻ ചെയ്തു ഈ 3/3 ഈക്വൽ ടു 0. ഇൻ സച്ച് കേസസ് എനിക്ക് ഉറപ്പിക്കാം 3 അല്ല ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇതിന്റെ നെക്സ്റ്റ് സ്മോളർ സൈസ് ഓഫ് സ്ക്വയർ മെട്രിക്സ്, സ്ക്വയർ സബ് മെട്രിക്സ് കൺസിഡർ ചെയ്യണം, വിച്ച് ഈസ് 2/2 അല്ലേ. അപ്പോൾ അങ്ങനെ എത്ര 2/2 മെട്രിക്സുകൾ നമുക്ക് ഈ 3/3 മെട്രിക്സ് നിന്ന് കിട്ടും? അത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. 3/3 2/2 എന്നിട്ട് നമ്മൾ NCR ഫോമാറ്റിൽ അത് എഴുതി 3C2 ഇൻറ്റു 3C2. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3 × 3 = 9 എന്ന വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് പറയാം 9 2/2 സബ് മെട്രിസസ് ആർ പോസിബിൾ ഫ്രം this 3/3 matrix. In 9 സ്ക്വയർ സബ് മെട്രിസസിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണത്തിന്റെ എങ്കിലും ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ റോ ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 2. ഇൻ കേസ് അതും സാറ്റിസ്ഫൈ ചെയ്തില്ല, അതായത് ഈ 9 മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് 0 ആയിട്ട് തന്നെ വന്നു ഒരു കേസ്, ആ കേസിൽ ഇനി നെക്സ്റ്റ് പോസിബിൾ സ്ക്വയർ സബ് മെട്രിക്സ് എന്താണ്? 1/1. 1/1 എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു എലമെന്റ് എടുക്കുന്നുള്ളൂ. നമ്മുടെ മെട്രിക്സ് നോൺ സീറോ ആണെങ്കിലാണല്ലോ നമ്മൾ ഈ ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 1 element വിൽ ബി നോൺ സീറോ. സോ ഐ ക്യാൻ സേ ദാറ്റ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 1. ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. റാങ്ക് ഓഫ് a matrix A 7/7 എന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 3. ഇതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്? ആക്ച്വലി ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 അല്ലേ. പിന്നെ നെക്സ്റ്റ് സബ് മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 6/6 ഓർഡറിലുള്ള നോൺ സീറോ സ്ക്വയർ സബ് മെട്രിക്സ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എല്ലാ സബ് മെട്രിക്സുകളുടെയും ഡിറ്റർമിനന്റ് അതും 0 ആണ്. ഇൻ കേസ് ഞാനിവിടെ 5/5 ഓർഡറിലുള്ളതെടുത്ത് സബ് മെട്രിസസ് ചൂസ് ചെയ്താലും അതിൻ്റെ ഡിറ്റർമിനന്റ് 0 ആണ്. 4/4 എടുത്താലും അതിൻ്റെ ഡിറ്റർമിനന്റ് 0 ആണ്. നൗ 3/3 ഓർഡറിലുള്ള സബ് മെട്രിസസ് ഞാൻ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഏതെങ്കിലും ഒരു സബ് മെട്രിക്സ് ഓഫ് order 3/3 in the same matrix of order 7/7 അതിൽ ഏതെങ്കിലും ഒരു സ്ക്വയർ സബ് മെട്രിക്സ് അതിൻ്റെ ഡിറ്റർമിനന്റ് നമ്മൾ കാണുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് റാങ്ക് ഓഫ് മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 3. റാങ്ക് ഓഫ് മെട്രിക്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ null matrix or zero matrix of any order is equal to 0. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n/n is equal to n. നിങ്ങൾ ഡിറ്റർമിനന്റ് ഐ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും n ആയിരിക്കും ഓൾവേസ് കിട്ടുന്നത്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ഈസ് ഓൾവേസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. ഫോർത്ത് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ബി ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ ആൻഡ് റാങ്ക് ഓഫ് ബി. ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സപ്പോസ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, അതൊരു m/n ഓർഡർ മെട്രിക്സ് ആണ്. മീൻസ് റെക്റ്റാങ്കിൾ മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് m,n ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സപ്പോസ് എൻ്റെ ഒരു മെട്രിക്സ് അതിൻ്റെ റാങ്ക് ഇസ് ഈക്വൽ ടു 6 ആണെന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ആർ ലിനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് എ മെട്രിക്സ് വിത്ത് ദ റാങ്ക് ആർ കണ്ടെയ്ൻസ് ആർ ലിനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ്. ആർ എന്ന് പറയുമ്പോൾ ഈ ആർ കേട്ടോ. അടുത്തത് അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോ echelon form of a matrix. ഈ പാർട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ, ഓർ ആസ് യു നോ വി ഹാവ് എ ടെലിഗ്രാം ഗ്രൂപ്പ് in which you guys can discuss each other if you have any doubts and all. I'm saying this because I'm just struggling to reply to each and everyone's doubts separately. I'm not getting enough time. I'm really sorry for that. And channel iduvare subscribe ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ subscribe ചെയ്യുക. Bye for now.